ജിപ്മർ. ആ പേരിൽ തന്നെ ഉണ്ടെല്ലാം. മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. നമ്മുടെ ക്യാമ്പസുകളിലെല്ലാം മോഡൽ എക്സാം നടക്കുന്ന സമയത്ത് നമ്മൾ എത്രയായിരിക്കണം ടാർഗറ്റ് ചെയ്യേണ്ടത്, ഏത് കോളേജുകളിലൊക്കെ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യത്തിലുണ്ടാവേണ്ടത് എന്നുള്ളതൊക്കെ ഇനി കഴിഞ്ഞ 3 വർഷത്തെ ട്രെൻഡ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇനിയും കൃത്യമായി 50 ദിവസങ്ങൾ നിങ്ങൾക്ക് മുമ്പിലുണ്ട് നീറ്റ് എക്സാമിന്. 2023 700 മാർക്കിന് മുകളിലായിരുന്നു ജിപ്മർ പോണ്ടിച്ചേരിയിലെ ഓപ്പൺ കാറ്റഗറിയിലെ പ്രവേശനം. എന്നാൽ ജിപ്മർ കരൈക്കൽ ക്യാമ്പസിൽ ഒരു 300-350 ഓൾ ഇന്ത്യ റാങ്ക് വരത്തക്ക രീതിയിൽ നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുക. അതായത് നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2026 മെയ് 3 ഏതാണ്ട് 50 ദിവസത്തിനടുത്ത് മാത്രമേ നമ്മളുടെ ലക്ഷ്യം കൈവരിക്കാനായിട്ടുള്ളൂ. നമ്മുടെ ക്യാമ്പസുകളിലെല്ലാം മോഡൽ എക്സാം നടക്കുന്ന സമയത്ത് നമ്മൾ എത്രയായിരിക്കണം ടാർഗറ്റ് ചെയ്യേണ്ടത്, ഏത് കോളേജുകളിലൊക്കെ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യത്തിലുണ്ടാവേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. കഴിഞ്ഞ ആഴ്ച നമ്മൾ എയിംസ് ആണ് ചർച്ച ചെയ്തതെങ്കിൽ ലാസ്റ്റ് 3 ഇയറിൻ്റെ ട്രെൻഡ് അനുസരിച്ച് ജിപ്മർ എയിംസ് ഡൽഹിക്ക് ശേഷം ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പ്രവേശനം ആഗ്രഹിക്കുന്ന, നമുക്ക് കേരളത്തിനോട് അടുത്ത് കിടക്കുന്ന പുതുച്ചേരിയിലുള്ള ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ജിപ്മർ, ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ആ പേരിൽ തന്നെ ഉണ്ടെല്ലാം. മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. യെസ്, ജിപ്മറിൻ്റെ ക്യാമ്പസിലെ പ്രവേശനത്തിൻ്റെ സാധ്യതകളെയാണ് ഇന്ന് നമ്മൾ വിലയിരുത്തുന്നത്. 2023-ൻ്റെയും 2024-ൻ്റെയും 2025-ൻ്റെയും മാർക്കിൻ്റെയും റാങ്കിൻ്റെയും അടിസ്ഥാനത്തിൽ. അതോടൊപ്പം തന്നെ ജിപ്മറിന് മറ്റൊരു ക്യാമ്പസുണ്ട് കരൈക്കലിൽ, പുതിയതായിട്ട് ആരംഭിച്ച ആ കരൈക്കൽ ക്യാമ്പസിൻ്റെ സാധ്യതകളെയും നമുക്കൊന്ന് വിലയിരുത്താം. നമുക്കറിയാം, നീറ്റ് എക്സാമിന് ശേഷം ഓൾ ഇന്ത്യ കൗൺസിലിംഗ് mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി ജൂൺ 2ാമത്തെ ആഴ്ചയോടുകൂടിയാണ് ജിപ്മറിനും നമ്മൾ ഓപ്ഷനുകൾ സമർപ്പിക്കേണ്ടത്. അതിനു മുമ്പ് പ്രത്യേകിച്ച് ജിപ്മറിൻ്റെ വെബ്സൈറ്റിൽ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. പ്രവേശനം ലഭിച്ചതിന് ശേഷം jipmar.edu.in എന്ന വെബ്സൈറ്റ് വഴി അവിടുത്തെ പ്രവേശന രീതികളും കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റുകളെ കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വഴി ജിപ്മറിൽ പ്രവേശനം കിട്ടുമ്പോൾ നമുക്ക് ജനറൽ വിഭാഗം, OBC നോൺ ക്രിമിനൽ വിഭാഗം, തഹസീൽദാർ എന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അനുസരിച്ച്, EWS സർട്ടിഫിക്കറ്റ് തഹസീൽദാരിനനുസരിച്ച്, SC ST റിസർവേഷൻ, PWD റിസർവേഷൻ എന്നിവയെല്ലാം ജിപ്മർ ക്യാമ്പസിലുമുണ്ട്. ജിപ്മറിൻ്റെ മറ്റൊരു പ്രത്യേകത, പുതുച്ചേരി നിവാസികൾക്ക്, പോണ്ടിച്ചേരിയിലെ റെസിഡൻ്റ് ആയിട്ടുള്ളവർക്ക് ഇൻറ്റേർണൽ സീറ്റും പോണ്ടിച്ചേരിയിലുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ആദ്യം ജിപ്മറിൻ്റെ സീറ്റ് മെട്രിക്സിലേക്ക്. ജിപ്മർ പുതുച്ചേരിയിൽ 52 സീറ്റുകൾ ഓപ്പൺ കാറ്റഗറിയിലും 12 സീറ്റുകൾ EWS കാറ്റഗറിയിലും, OBC വിഭാഗത്തിൽ 35 സീറ്റുകളും 19 സീറ്റുകൾ SC വിഭാഗത്തിലും ST വിഭാഗത്തിൽ 9 സീറ്റുകൾ. അങ്ങനെ നീറ്റ് 2026-ൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് PWD വിഭാഗം ഉൾപ്പെടെ 134 MBBS സീറ്റുകളാണ് ജിപ്മർ പുതുച്ചേരിയിലുള്ളത്. ജിപ്മർ കരൈക്കലിലാവട്ടെ ഓപ്പൺ വിഭാഗത്തിൽ 16 സീറ്റുകളും, EWS വിഭാഗത്തിൽ 5, OBC വിഭാഗത്തിൽ 11, SC വിഭാഗത്തിൽ 7, ST വിഭാഗത്തിൽ 4, അങ്ങനെ 45 സീറ്റുകളാണ് ജിപ്മറിൻ്റെ കരൈക്കൽ ക്യാമ്പസിലുള്ളത്. ബാക്കിയുള്ള സീറ്റുകൾ പോണ്ടിച്ചേരി നിവാസികൾക്കായിട്ട്, പോണ്ടിച്ചേരി റെസിഡൻറ്റ് ഇൻറ്റേർണൽ സീറ്റുകളായിട്ട് റിസർവ് ചെയ്തതാണ്. ഈ 2 സീറ്റുകളും MCCയുടെ വെബ്സൈറ്റ് വഴിയാണ് 4 റൗണ്ട് ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെ നമുക്ക് ലഭ്യമാവുന്നത്. ഇനി കഴിഞ്ഞ 3 വർഷത്തെ ട്രെൻഡ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. 2023 ഒരു മോഡറേറ്റ് ലെവൽ എക്സാം, 2024 വളരെ സിമ്പിളായിട്ട് നടന്നൊരു നീറ്റ് എക്സാം, 2025 നീറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ടഫായിട്ടുള്ള എക്സാമിൽ എന്താണ് ജിപ്മറിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം.
ജനറൽ വിഭാഗത്തിൽ 2025 ഓൾ ഇന്ത്യ റാങ്ക് 260 വരെയാണ് ജിപ്മർ പുതുച്ചേരിയിൽ പ്രവേശനം കിട്ടിയതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ ജിപ്മർ ക്യാമ്പസിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 2025 628 മാർക്ക് വരെയുള്ളവർക്ക് പ്രവേശനം കിട്ടിയപ്പോൾ 2024 710 മാർക്കിന് മുകളിലുള്ളവർക്കാണ് ജിപ്മർ പോണ്ടിച്ചേരിയിൽ അഡ്മിഷൻ കിട്ടിയത്. 2023 700 മാർക്കിന് മുകളിലായിരുന്നു ജിപ്മർ പോണ്ടിച്ചേരിയിലെ ഓപ്പൺ കാറ്റഗറിയിലെ പ്രവേശനം. എന്നാൽ ജിപ്മർ കരൈക്കൽ ക്യാമ്പസിൽ നമുക്കറിയാം താരതമ്യ ചെറിയൊരു ക്യാമ്പസാണ് ജിപ്മർ കരൈക്കലിൽ. അവിടെ 2023 റാങ്ക് 5065 വരെയും ഏതാണ്ട് 657 മാർക്ക് വരെയും, 2024 5668 റാങ്ക് വരെയും 684 മാർക്ക്, ഈ കഴിഞ്ഞ വർഷം 5731 ഓൾ ഇന്ത്യ റാങ്ക് വരെ ഏതാണ്ട് 569 മാർക്ക് വരെയാണ് കഴിഞ്ഞ വർഷം ജിപ്മർ കരൈക്കൽ ക്യാമ്പസിൽ ഓപ്പൺ കാറ്റഗറിയിൽ പ്രവേശനം ലഭിച്ചത്. OBC കാറ്റഗറി 27% നോൺ ക്രിമിനൽ വിഭാഗത്തിന് പ്രവേശനം കിട്ടിയപ്പോൾ ജിപ്മർ പോണ്ടിച്ചേരിയിൽ 592 ഓൾ ഇന്ത്യ റാങ്ക് വരെ 2023 24 867 ഓൾ ഇന്ത്യ റാങ്ക് വരെയും, 2025 കഴിഞ്ഞ വർഷം 748 ഓൾ ഇന്ത്യ റാങ്ക് വരെയാണ് പോണ്ടിച്ചേരിയിൽ പ്രവേശനം കിട്ടിയത്. കഴിഞ്ഞ വർഷം 612 മാർക്കായിരുന്നു ജിപ്മർ പോണ്ടിച്ചേരിയിൽ OBC വിഭാഗത്തിൻ്റെ മാർക്കെങ്കിൽ 2024 702ഉം 2023 692 മാർക്കും. ജിപ്മർ കരൈക്കലിൽ കഴിഞ്ഞ വർഷം 7700 ഓൾ ഇന്ത്യ റാങ്ക് വരെയുള്ളവർക്ക് OBC കാറ്റഗറിയിൽ പ്രവേശനം കിട്ടി, ഏതാണ്ട് 562 മാർക്ക് വരെ. EWS കാറ്റഗറിയിലോട്ട് നമുക്ക് നോക്കിയാൽ തഹസീൽദാരുടെ EWS സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചവർക്ക് ജിപ്മർ പോണ്ടിച്ചേരിയിൽ 2023 1576 ഓൾ ഇന്ത്യ റാങ്ക് വരെയും, 24 1485 ഓൾ ഇന്ത്യ റാങ്ക് വരെയും, 2025 1624 ഓൾ ഇന്ത്യ റാങ്ക് വരെയുമാണ് പോണ്ടിച്ചേരിയിൽ EWS കാറ്റഗറിക്ക് 10% പ്രവേശനം ലഭിച്ചത്. 596 മാർക്കായിരുന്നു കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് എങ്കിൽ 2024 700 മാർക്കിന് മുകളിലും 2023 680 മാർക്കുമായിരുന്നു ജിപ്മറിൽ EWS അനുസരിച്ച് പ്രവേശനം കിട്ടിയത്. കരൈക്കൽ ക്യാമ്പസിലോട്ട് വന്നാൽ ഏതാണ്ട് 8100 ഓൾ ഇന്ത്യ റാങ്ക് വരെ 561 മാർക്ക് വരെ കഴിഞ്ഞ വർഷം പ്രവേശനം ലഭിക്കുകയുണ്ടായി. SC വിഭാഗത്തിലോട്ട് വരുമ്പോഴേക്കും ഏതാണ്ട് 3630 ഓൾ ഇന്ത്യ റാങ്ക് വരെ പോണ്ടിച്ചേരിയിൽ പ്രവേശനം കിട്ടിയപ്പോൾ 2023 2024 6617 വരെയും 2025 3877 വരെയുമാണ് ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് പ്രവേശനം കിട്ടിയത്. 578 മാർക്കായിരുന്നു കഴിഞ്ഞ വർഷം പോണ്ടിച്ചേരിയിൽ ലാസ്റ്റ് റാങ്ക് കിട്ടിയത്. മാർക്ക് 578, 2024 681 മാർക്ക്, 2023 665 മാർക്കും. കരൈക്കൽ ക്യാമ്പസിലോട്ട് എത്തുമ്പോഴേക്കും 46,000 ഓൾ ഇന്ത്യ റാങ്ക് വരെ കഴിഞ്ഞ വർഷം 505 മാർക്ക് വരെയുള്ളവർക്ക് SC വിഭാഗത്തിൽ പ്രവേശനം കിട്ടി. ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗം ST വിഭാഗത്തിലോട്ട് എത്തുമ്പോഴേക്കും 2025 6910 വരെ പോണ്ടിച്ചേരിയിൽ പ്രവേശനം കിട്ടി. ഓൾ ഇന്ത്യ റാങ്ക് 6910, മാർക്ക് 564. 2024 8697 വരെയും 2023 11,000 വരെയുമാണ് ജിപ്മർ പോണ്ടിച്ചേരിയിൽ പ്രവേശനം കിട്ടിയത്. കരൈക്കൽ ക്യാമ്പസിലോട്ട് എത്തിയപ്പോൾ ഏതാണ്ട് 71,000 ഓൾ ഇന്ത്യ റാങ്ക് വരെ 484 മാർക്ക് വരെ ST വിഭാഗത്തിന് പ്രവേശനം ലഭിക്കുകയുണ്ടായി. ഇതുകൂടാതെ ഹൊറിസോണ്ടൽ റിസർവേഷൻ ഓരോ വിഭാഗത്തിൻ്റെയും 5% റിസർവേഷൻ PWD വിഭാഗത്തിനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ PWD വിഭാഗത്തിൽ അപ്ലൈ ചെയ്യുകയും നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള 18 മെഡിക്കൽ കോളേജുകളിൽ PWD വെരിഫിക്കേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നവർക്കാണ് ഈ PWD സീറ്റ് റിസർവേഷൻ ലഭ്യമാവുന്നത്. നീറ്റ് 2026 നിങ്ങളുടെ ടാർഗറ്റ് ജിപ്മർ ആണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കണം മാർക്ക് വേണ്ടതെന്നുള്ളത് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓപ്പൺ കാറ്റഗറിയിലാണെങ്കിൽ ഏതാണ്ട് 250 ഓൾ ഇന്ത്യ റാങ്ക് വരത്തക്ക രീതിയിൽ, OBC വിഭാഗമൊക്കെ ആണെങ്കിൽ ഒരു 300-350 ഓൾ ഇന്ത്യ റാങ്ക് വരത്തക്ക രീതിയിൽ നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുക. അതായത് 720 മാർക്കിൽ നിങ്ങൾക്ക് ഏതൊരു ലെവൽ എക്സാമിലും ഏറ്റവും അധികം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചാലാണ് ജിപ്മർ ക്യാമ്പസ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഏറ്റവും ക്രീമായിട്ടുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ നിങ്ങളുടെ MBBS പഠനമാണ് ജിപ്മർ ക്യാമ്പസിൽ പോവണിയുന്നത്. അപ്പോൾ ഇനിയും കൃത്യമായി 50 ദിവസങ്ങൾ നിങ്ങൾക്ക് മുമ്പിലുണ്ട് നീറ്റ് എക്സാമിന്. ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി നിങ്ങൾ നീറ്റ് എക്സാമിനെ സമീപിക്കുക. ജിപ്മർ ക്യാമ്പസ് ലക്ഷ്യമാക്കുന്നവർക്ക് ഇതൊരു ഉപകാരമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center,
India's #1 coaching center for NEET and JEE.